ഹേ ഗായ്സ്, ഇത് ഞായറാഴ്ച രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ തലേദിവസം അമ്മ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ അങ്ങനെ പലഹാരം പരിപാടികൾ അങ്ങനെ ഉണ്ടാവാറില്ല. കഞ്ഞി ഉണ്ടാവാറാണ് മിക്ക ദിവസങ്ങളും പതിവ്. അപ്പോൾ ഇതേ ഇഡ്ഡലിക്ക് വെച്ചതിന് ശേഷം ഞാൻ നേരെ തേങ്ങ തട്ടിപ്പൊട്ടിച്ച് ചിരവാൻ മടിച്ചിയാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ തട്ടിപ്പൊട്ടിച്ച് അതിങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടു. നമ്മുടെ സുജാതയിലാണ് ഞാൻ ഇന്ന് ചമ്മന്തി അരയ്ക്കാൻ പോകണം. കാരണം നമ്മുടെ വേറെ മിക്സി കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ സുജാത ചേച്ചിയിലേക്ക് നാളികേരം ഇട്ടു, പച്ചമുളക് ഇട്ടു, പൊട്ടുകടല ഇട്ടു. ഇവിടെ ഇത് പൊട്ടുകടല ചമ്മന്തിയാണ് ഗൈസ്, അങ്ങനെയാണ് ഇവർ പറയാറ്. ആ ഒരു പൊട്ടുകടലയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് ചമ്മന്തിയാണ്. വല്ലാതെ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാവുക. അപ്പോൾ ആ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി. ഞാൻ കുറച്ചുകൂടി ചട്നി ഇഷ്ടമുള്ള ആളാണ്, അങ്ങനെ വെള്ളം പോലെ ഉള്ളത്. ഇത് കുഴപ്പമില്ല, കഴിക്കും. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഇതിന് നമ്മുടെ ചമ്മന്തി പരിപാടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ബാച്ച് ഞാൻ ഇഡ്ഡലിക്ക് സെറ്റാക്കി. അപ്പോഴത്തേനും ആ വലിയ പോണിയിൽ നിന്ന് മാവൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്കാക്കി. അപ്പോൾ ആ മാവിൻ്റെ ആ പാത്രത്തിൽ കുറച്ച് ഈ ഇഡ്ഡലി മാവിൽ അരി മാവെടുത്ത് മുഖത്തിട്ടു ഗൈസ്. അത് നല്ലൊരു സ്ക്രബ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എടുത്ത് മുഖത്ത് വാരി തേച്ചു. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചു. ഒന്ന് സ്ക്രബ് ചെയ്യണ പോലെ നമുക്കൊരു സ്ക്രബി എഫക്റ്റ് കിട്ടും, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ മുഖത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നേതോ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഹൂ ബൂ ബൂ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു പാത്രം കഴുകിയിട്ട് നമുക്ക് ചോറ് ബാലൻസ് ഉണ്ട്, വെക്കേണ്ടതായിട്ടില്ല. കടയിലത്തെ ബാലൻസ് ചോറുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ ഞാനത് ആ വലിയ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴുകൽ ഒക്കെ ചെയ്ത് ചൂടാക്കാനൊക്കെ വെച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി എടുത്തു, നമ്മുടെ ചമ്മന്തി എടുത്തു, സാമ്പാറൊക്കെ ഓൾറെഡി നമ്മൾ കടയിലത്തെ നമ്മൾക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാമ്പാറും ചമ്മന്തി പിന്നെ ഒരു കട്ടൻ കാപ്പി ഇക്കച്ചിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കച്ചി ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇക്കച്ചിയുള്ള സമയത്ത് ഞാൻ കൂടുതലും ഒന്നല്ലെങ്കിൽ മൂപ്പരെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റൂമിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇവിടെ കുറേ നേരം വായൊക്കെ ഇറങ്ങും ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഞാൻ കാത്തിരിക്കണം ഗൈസ്. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.